ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് ഡൗണിലാണ് നിഫ്റ്റി ഓപ്പൺ ആയത്. ഏകദേശം ഒരു 300 പോയിൻസിൻ്റെ അടുത്ത് മുകളിലൊരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ. ഓപ്പണിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 9533 മാർക്കറ്റ് ഓപ്പൺ ആയി. അതേപോലെ തന്നെ 9292 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. അതുപോലെ തന്നെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം ഒരു 6% ഒരു ഡൗൺ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനുള്ള പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ആ ഒരു ഗ്ലോബൽ ലെവലിൽ നടന്നൊരു സെൽ ഓഫ് തന്നെ വേണം കാണാനായിട്ട്. അത് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചു എന്ന് വേണം കാണാനായിട്ട്. അതുപോലെ തന്നെ ചൈന അവിടെയുള്ള ചൈന റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ഒരു ട്രേഡ് വാറിനുള്ള സൂചനകൾ അതായിരുന്നു പ്രധാനമായിട്ടും മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഏഷ്യൻ മാർക്കറ്റ് അതുപോലെ തന്നെ മാർക്കറ്റൊക്കെ നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം വന്നൊരു ന്യൂസായിരുന്നു ചൈന അവരുടെ ട്രേഡിംഗ് കറൻസി അത് ഡോളറിൽ നിന്നിട്ട് അവരുടെ കറൻസിയായ യുവാനിലേക്ക് മാറ്റാൻ പോകുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ ദിവസം ആ ഓയിൽ പ്രൈസൊക്കെ ഒരു നെഗറ്റീവിലേക്ക് പോയതിനെ തുടർന്ന് അവരുടെ കറൻസിയിലേക്ക് മാറാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു ന്യൂസ് റിപ്പോർട്ട്. അപ്പം അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഒരു കൂടുതൽ പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് വേണം കാണാനായിട്ട്. അത് മാത്രമല്ല, ഈ ട്രംപ് നടത്തിയൊരു അനൗൺസ്മെൻറ്റ്, അതായത് ഈ ഒരു കൊറോണയുടെ ഇഷ്യൂ അല്ലെങ്കിൽ കൊറോണ വൈറസ് പുറപ്പെടാൻ കാരണം അത് ചൈനയാണ്. അപ്പോൾ ആ ചൈനയുടെ ആ ഒരു ശ്രദ്ധക്കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു US എക്കോണമിയിൽ കൊറോണയുടെ വൈറസ് മൂലം ഉണ്ടായ ഒരു ഇമ്പാക്റ്റ് നികത്താനായിട്ട് ചൈനയുടെ മേൽ കൂടുതൽ താരിഫ് നികത്തും, കൂടുതൽ നികുതി ചുമത്തും എന്നുള്ള രീതിയിലുള്ളൊരു അനൗൺസ്മെൻറ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, US സെക്രട്ടറി അദ്ദേഹവും ഇതേപോലെ തന്നെ ഈ ഒരു വൈറസ് ചൈനയിലെ വുഹാനിൽ നിന്ന് പുറപ്പെട്ടതാണ്, അതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലൊരു അനൗൺസ്മെൻറ്റ് അദ്ദേഹവും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ ഒരു ചൈന റിലേഷൻഷിപ്പിനെ കൂടുതൽ വേസ്റ്റ് ആക്കും. ആ ഒരു പുതിയൊരു ട്രേഡ് വാറിനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വരുന്നു എന്നുള്ളൊരു ചിന്താഗതി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് കൂടുതലായിട്ടുണ്ടായി എന്ന് വേണം കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ പാനിക്കായി ആ ഒരു ഗ്ലോബൽ ലെവലിലുള്ളൊരു സെൽ ഓഫിലേക്ക് പോയി എന്ന് വേണം കാണാനായിട്ട്. ഇനി ഇപ്പം ഈ ഒരു കൊറോണയുടെ ഇഷ്യൂവിൽ നിന്ന് പുറത്തു വന്നാലും ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഈ ഒരു ഇഷ്യൂ, ഇപ്പോൾ ഈ ചൈന ഇഷ്യൂ ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇനിയും കുറച്ച് നാളത്തേക്ക് ഈ ഒരു വോളറ്റിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിലൊന്ന് കോഷ്യസ് ആയിട്ട് ഇരിക്കുക. പിന്നെ അതുമാത്രമല്ല, രണ്ടാമത്തെ റീസൺ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു ലോക്ക്ഡൗൺ എക്സ്റ്റൻഷനാണ്. ഇപ്പോൾ മെയ് 17 വരെ വീണ്ടും ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. കുറേ സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ ഹോട്ട്സ്പോട്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഹോട്ട്സ്പോട്ടായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലാക്സേഷൻ മാർക്കറ്റിലേക്ക് കൂടുതൽ പോസിറ്റീവായി എന്ന് കാണാനായിട്ടില്ല. അപ്പോൾ അതായിരുന്നു രണ്ടാമത്തെ റീസൺ. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് കാണുന്നതാണ് എല്ലാ കമ്പനികളും തന്നെ അവരുടെ Q4 ഏണിങ്സ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും തന്നെ ഒരു വീക്കറായിട്ടുള്ള ഒരു ഏണിങ്സ് റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ നോക്കുവാണെങ്കിലും HULൻ്റെ നോക്കുവാണെങ്കിലും ഇപ്പോൾ ടെക് മഹീന്ദ്രൻ്റെ ഒക്കെ നോക്കുവാണെങ്കിലും എല്ലായിടത്തും ഒരു വീക്കായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും മാർക്കറ്റിനെ ഒന്ന് ഡ്രാഗ് ചെയ്യാനായിട്ട് കാരണമായി എന്ന് വേണം കാണാനായിട്ട്. പിന്നെ അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം SG നിഫ്റ്റി നോക്കുവാണെങ്കിൽ 500 പോയിൻസിനടുത്ത് ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, US മാർക്കറ്റും എല്ലാം തന്നെ നോക്കുവാണെങ്കിലും, യൂറോപ്യൻ മാർക്കറ്റും ഒക്കെ നോക്കുവാണെങ്കിലും, ഏഷ്യൻ മാർക്കറ്റ് എല്ലാം നോക്കുവാണെങ്കിലും ഒരു ഡൗണിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിനെ വീണ്ടും ഡൗണിലേക്ക് കൊണ്ടുപോകാൻ കാരണമായി എന്ന് വേണം കാണാനായിട്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു നിഫ്റ്റി ചാർട്ട് നോക്കുവാണെങ്കിൽ, ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് ഇപ്പോൾ പ്ലോട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മാർക്കറ്റിൽ അടുത്തൊരു ഇമീഡിയറ്റ് സപ്പോർട്ട് നോക്കുവാണെങ്കിൽ ഒരു 9140, 150 ആ ഒരു റേഞ്ചിലാണ് അടുത്തൊരു ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അതേ തുടർന്ന് നോക്കുവാണെങ്കിൽ 8900, 8930 ആ ഒരു റേഞ്ചിലാണ് അടുത്തൊരു സപ്പോർട്ട് ലെവലുള്ളത്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ലെവൽ നോക്കുവാണെങ്കിൽ ഒരു 9400, ആ ഒരു 9500 ആ ഒരു റേഞ്ചിൽ നമുക്ക് അടുത്തൊരു ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടും പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിൽ നമുക്ക് വലിയൊരു അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വലിയൊരു ഗുണമില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ന്യൂസും അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്കൊരു ജസ്റ്റ് അനാലിസിസിനായിട്ട് നമുക്ക് ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. ഇനി ഇപ്പോൾ മാർക്കറ്റിൽ ഒരു പ്രതീക്ഷ നൽകാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലൊരു സ്റ്റിമുലസ് പാക്കേജിൻ്റെ ഒരു ഹോപ്പാണ്. അത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടു ഈ ഒരു സ്റ്റിമുലസ് പാക്കേജിൻ്റെ ഡിസ്കഷനായിട്ട് എന്നുള്ളൊരു വാർത്ത എക്കണോമിക് ടൈംസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റിമുലസ് പാക്കേജ് വരുന്നത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അത് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന പാക്കേജ് ആണെങ്കിൽ വീണ്ടും മാർക്കറ്റിനെ ഈ ഒരു ലെവൽ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു കാരണമായി മാറാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ആ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ
US മാർക്കറ്റ് 1-ാം തീയതി നെഗറ്റീവിലാണ് ഉണ്ടായത്. ഏകദേശം 3% മുകളിൽ നെഗറ്റീവിലാണ് ഉണ്ടായിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പം പയ്യെ എല്ലാം നെഗറ്റീവിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. FTSE നോക്കുകയാണെങ്കിൽ ഒരു ബോർഡറിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പയ്യെ അത് നെഗറ്റീവിലേക്ക് മാറി. ബാക്കി രണ്ടും 3% മുകളിൽ ഡൗണിൽ നിൽക്കുന്നു. SGX നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ബോർഡർ ലൈനിൽ നിൽക്കുന്നു. ബാക്കി എല്ലാ മാർക്കറ്റും തന്നെ ഡൗണിലാണ് കാണിക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ചെറിയൊരു അപ് ട്രെൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസും ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടിനും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ US ചൈന ആ ഒരു ട്രേഡ് വാറിൻ്റെ ഒരു സൂചനകളായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡിലേക്ക് മാറി. പിന്നെ അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് അതേ തുടർന്ന് ഡൗൺ ആവുകയും ചെയ്തു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ഇന്നത്തെ ഡാറ്റ വന്നിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ ദിവസം ഏപ്രിൽ 30-ാം തീയതി നോക്കുകയാണെങ്കിൽ FII ഏകദേശം 2 കോടിയുടെ അടുത്തുള്ള ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ DII നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 579 കോടിൻ്റെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഗെയിൻ എല്ലാം തന്നെ ഇറേസ് ചെയ്തു എന്ന് വേണം കാണാനായിട്ട്. ഇന്ന് ഏകദേശം 60 പൈസയാണ് ഡോളറിന് അഗെയിൻസ്റ്റ് ഡൗൺ ആയത്. 75.71 ഇന്ന് റുപ്പി ക്ലോസ് ആവുകയും ചെയ്തത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മാർക്കറ്റിൽ ഇന്നത്തെ ആ ഒരു സെക്ടർ വൈസ് നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഫാർമ സെക്ടർ മാത്രമായിരുന്നു പോസിറ്റീവിലുണ്ടായിരുന്നത്. അതും ഒരു മാർജിനൽ പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി എല്ലാ സെക്ടറും തന്നെ ഡൗണിലായിരുന്നു. പ്രത്യേകിച്ച് ബാങ്ക് സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ ഡൗണിലായിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് ബാക്കി എല്ലാ സെക്ടറും തന്നെ മാർക്കറ്റിനെ നല്ല രീതിയിൽ താഴേക്ക് ഡ്രാഗ് ചെയ്തു. ഇനി വന്ന കുറച്ച് ഡാറ്റകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് PMI അത് ഏപ്രിൽ മന്തിൽ നോക്കുകയാണെങ്കിൽ മാർച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാർച്ചിൽ 51.8% ആയിരുന്നെങ്കിൽ അത് ഏപ്രിൽ ആയപ്പോഴത്തേക്കും 27.4% ഡൗൺ ആയി എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം ലോക്ക്ഡൗൺ തന്നെയാണ്. കാരണം ആക്ടിവിറ്റികളൊന്നും കാര്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് PMI നല്ല രീതിയിൽ ഡൗൺ ആയി. ഏകദേശം പകുതിയുടെ അടുത്ത് ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇത് ഏപ്രിൽ മാസത്തിൽ വന്ന ഡാറ്റയാണ് എക്കണോമിക് ടൈംസിൻ്റെ കഴിഞ്ഞ ദിവസം വന്ന ഡാറ്റ. അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവർ ഏപ്രിൽ മാസത്തിൽ മാത്രം ഏകദേശം 15,400 കോടി അവർ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചു എന്നുള്ളൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏപ്രിൽ മാസം മുഴുവൻ. അപ്പോൾ ആ ഒരു കൊറോണയുടെ ഇഷ്യൂവും ഇതെല്ലാം വന്നുകൊണ്ട് തന്നെ അവർ മാർക്കറ്റിൽ നിന്ന് പണം പിൻവലിച്ചു. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയൊക്കെ കണ്ടു. അതുപോലെ തന്നെ FPIയും ഇപ്പോൾ അവരുടെ ഇത് ക്യാഷ് പിൻവലിച്ചു എന്നുള്ളൊരു ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു സ്റ്റോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ടെക് മഹീന്ദ്ര അവരുടെ ഏർണിങ്സ് റിലീസ് വന്നിട്ടുണ്ടായിരുന്നു Q4-ൻ്റെ. അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഡോളർ റവന്യൂ നോക്കുകയാണെങ്കിൽ 4.3% ഡൗൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് റുപ്പീസ് നോക്കുകയാണെങ്കിലും അവിടെയും ഡൗണിലാണ് കാണിക്കുന്നത്. എബിറ്റ് നോക്കുകയാണെങ്കിൽ 7.7%, 12.2% നിന്നും, അതായത് Q3-ലെയും Q4-ലെയും കൺസിഡർ ചെയ്യുമ്പോൾ 12.2% നിന്ന് 7.7% ഡൗൺ ആയി എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീക്കറായിട്ടുള്ളൊരു ഡാറ്റയാണ് ഇവരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതായിരുന്നു IDFC ബാങ്കിൻ്റെ ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട്. അതിന് അവരുടെ ബോർഡ് മീറ്റിങ്ങിൽ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ SBIനെ നോക്കുകയാണെങ്കിൽ ഫിച്ച് റേറ്റിംഗ്സ് കമ്പനിയുടെ റേറ്റിംഗ്സിനെ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അത് തുടർന്ന് നോക്കുകയാണെങ്കിൽ SBIൻ്റെ ഷെയർസ് ഡൗൺ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ NMDCയും അവർ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഏപ്രിലിൽ അത് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു 10%. അതുപോലെ തന്നെ NMDCയിൽ നോക്കുകയാണെങ്കിലും സെയിൽസ് ഡൗൺ ആയിട്ടുണ്ട് 49%. അപ്പോൾ പിന്നെ അടുത്ത അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഓട്ടോ അവരുടെ ഓട്ടോ സെയിൽസിൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഏപ്രിൽ മാസത്തെ. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ, കാരണം ഏപ്രിൽ മാസം നോക്കുകയാണെങ്കിൽ സെയിൽസ് ഒന്നും നടന്നിട്ടുണ്ടാവില്ല. കാരണം ഏപ്രിൽ മന്ത് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് തന്നെ ലോക്ക്ഡൗണിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ 0 സെയിൽസാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബജാജ് ഓട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മാരുതിയുടെയും കണ്ടിട്ടുണ്ടായിരുന്നു. അവരും 0 സെയിൽസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ലോക്ക്ഡൗണിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഈ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ ബജാജ് ഓട്ടോൻ്റെ ഷെയർസൊക്കെ ഇന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ജിയോനെ സംബന്ധിച്ചിടത്തോളം റിലയൻസ് ജിയോയിൽ വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുകയാണ് സിൽവർ ലേക്കിൽ നിന്നിട്ട്. അപ്പോൾ അവർ ഏകദേശം $750 മില്യൺ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർ റിലയൻസ് ജിയോയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും അവരുടെ ആ ഒരു 0 ഡെപ്റ്റിലേക്ക് മാറുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും റിലയൻസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. എങ്കിലും ഇന്ന് ഷെയർസ് ഡൗൺ ആയിരുന്നു. കാരണം അവരുടെ ഒരു ഏർണിങ്സ് റിലീസ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് ഷെയർസ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ SBI മാത്രമല്ല ആക്സിസ് ബാങ്കിൻ്റെ റേറ്റിംഗ്സും ഫിച്ച് റേറ്റിംഗ്സ് അവർ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ അവർ ഷെയർസ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു.
ഇതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയുടെ ഇഷ്യൂ ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബാങ്കിൻ്റെ പെർഫോമൻസ്, അസറ്റ് ക്വാളിറ്റി ഒക്കെ ഡൗൺ ആകും എന്നുള്ളൊരു അനുമാനത്തിലാണ് ഇവർ റേറ്റിംഗ്സ് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അരബിന്ദോ ഫാർമ നോക്കുകയാണെങ്കിൽ അവർക്ക് FDA നിന്ന് അവരുടെ ഒരു മെഡിസിൻ സെല് ചെയ്യാനുള്ള ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രാകേഷ് ജുൻജിൻവാല അദ്ദേഹം റാലിസ് ഇന്ത്യ അതിൽ അദ്ദേഹത്തിൻ്റെ ഷെയർസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 9.79% നിന്നിട്ട് 9.93%, ഏകദേശം 2%, 0.2%-നടുത്ത് ഉള്ളൊരു വർധനവ് അദ്ദേഹം കഴിഞ്ഞ ക്വാർട്ടറിൽ അദ്ദേഹം വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റോക്കിന് അത് പോസിറ്റീവ് ന്യൂസാണ്. ഇനി ഇന്നത്തെ ഗ്ലോബൽ ലെവലിലുള്ള മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ജപ്പാനിൽ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ എമർജൻസി, നാഷണൽ വൈഡ് എമർജൻസി അവർ മെയ് 31 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം നടത്തിയ അനൗൺസ്മെൻറ്റ്, അതായത് ആ ഒരു ഡെത്ത് ടോള് 1 ലക്ഷത്തിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ന് ഇച്ചിരി മുമ്പ് പറഞ്ഞതായിരുന്നു US സെക്രട്ടറിയുടെ അനൗൺസ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഗ്ലോബൽ ലെവലിലുള്ള കേസുകളും എല്ലാം തന്നെ നോക്കുമ്പം നമുക്കിപ്പോഴും ഒരു സിറ്റുവേഷൻ കൺട്രോളിലായി എന്ന് പറയാനായിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന US-ചൈന റിലേഷൻഷിപ്പ്, ആ ഒരു ട്രേഡ് വാറിൻ്റെ ഒക്കെ ഒരു സാധ്യതകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിലെ മാർക്കറ്റിനൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക. അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊക്കെ വരുമ്പോൾ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. നല്ല സ്റ്റോക്കുകളിൽ മാത്രമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തുടരുക. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ അനാലിസിസിലൂടെ വന്ന നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങളൊക്കെ കമൻറ്റ് വഴിയായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.